വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ കമലിനാണെങ്കിൽ ഒരു കൂട്ടുകാരൻ്റെ കടയിലേക്കാണ് കൊണ്ടുപോകുന്നത്. തുടർന്ന് ഈ രാത്രിയാണ് അവിടെ പിന്നെ ബർത്ത്ഡേ പരിപാടി, ഇത്രയും നേരം വയ്യായിരുന്നു എന്നൊക്കെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്. അന്നേരം കൊച്ചിൻ്റെ ചെറിയച്ഛനാണെങ്കിൽ രാത്രി ആഘോഷിക്കണമെന്നൊരാഗ്രഹം, അതുകൊണ്ട് കേക്കിന് വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ അത് ആ ആളാണ് ഈ ചെറിയച്ഛൻ എന്നൊക്കെ വിഷ്ണുവിനെ കാണിച്ച് ചോദിക്കുന്നുണ്ട്. അന്നേരം മുമ്പ് വിഷ്ണുവിനോട് പിന്നെ ഈ കടക്കാരനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മുൻപൊരിക്കൽ ക്രിസ്മസിൻ്റെ തലേന്ന് അവൻ്റെ ഈ കടയിൽ നിന്നും കുറേ പൈസയും ഓർഡർ ചെയ്തിരുന്ന കേക്കും ഒക്കെ രാത്രി കള്ളന്മാരടിച്ചു കൊണ്ടുപോയി. അതുകൊണ്ട് രാത്രി ഇവിടെ തന്നെയാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങോട്ടത്തേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ ചെറിയച്ഛനാണോ ഇതെന്നൊക്കെ വിഷ്ണുവിനെ ചൂണ്ടി ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുകയാണ്, പൊന്നുഭായി അതൊന്നും അല്ല കാര്യം, കുട്ടികൾക്ക് നാളെ സ്കൂളിലാണെങ്കിൽ വീട്ടിലുണ്ടാക്കിയ ഒരു കേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഞാനതൊന്ന് പരീക്ഷിച്ചു, സംഗതി ഇങ്ങ് പാളിപ്പോയി, അപ്പോൾ വീട്ടിലുണ്ടാക്കിയ പോലത്തെ ഒരു കേക്ക് വേണമെന്ന് പറയുകയാണ്. അന്നേരം ഈ കൂട്ടുകാരൻ കമലിനോട് പറയുന്നുണ്ട്, ഇതാണ് നേരെ വാ നേരെ പോ എന്നുള്ളത്, ഇപ്പോൾ നിൻ്റെ ഉടായ്പ പരിപാടിയൊന്നും ഇതുവരെ നിർത്തിയിട്ടില്ലല്ലേ എന്ന് പറഞ്ഞ് കമലിനെ കളിയാക്കുന്നുണ്ട്. അന്നേരം ആശാൻ പരീക്ഷിച്ച കാര്യം പാളിപ്പോയത് വെളിയിൽ അറിയണ്ടെന്ന് കരുതിയില്ലേ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു, ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് കമലൻ തിരിഞ്ഞു നിൽക്കുകയാണ്. തുടർന്ന് ആ കേക്ക് എടുക്കുന്നുണ്ട്. ഇതുപോലെയും ചോദിച്ച് പുറത്തൊന്നും എഴുതണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അത് പാക്ക് ചെയ്തെടുത്തോളം വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം കമലൻ പറയുന്നുണ്ട്, ആശാനെ സംഗതി സക്സസ് എന്ന് പറയുന്നുണ്ട്. തുടർന്ന് അവരത് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ ശാരദാമ്മയാണെങ്കിൽ ഒരു പച്ചക്കറി കടയിൽ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അന്നേരം ഈ കടക്കാരനാണെങ്കിൽ ശാരിയെക്കുറിച്ചൊക്കെ തിരക്കുന്നുണ്ട്. മകള് വീട്ടിലുണ്ടല്ലേ, മരുമകൻ സ്ഥലത്തില്ലല്ലേ, എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ജോലിയുടെ ആവശ്യത്തിന് വിദേശത്താണെന്ന് പറയുന്നുണ്ട്. അവരെ ഉയർന്ന ജോലിയാണ്, അപ്പോൾ എപ്പോഴും വീട്ടിൽ നിൽക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ ശാരദാമ്മ പറയുമ്പോൾ, പക്ഷേ ഇയാളാണെങ്കിൽ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുകയാണ്. വലിയ നിലയിലുള്ള ആൾക്കാരെയൊക്കെ കല്യാണം കഴിച്ച് അങ്ങനെ തന്നെയാണ്, നമ്മുടെ കുടുംബത്തിൽ നിൽക്കാനൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു വല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. അതൊന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, എൻ്റെ മരുമകനാണെങ്കിൽ ജോലിയുടെ ആവശ്യത്തിനാണല്ലോ പോയിരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, തിരിച്ച് സമയം കിട്ടുമ്പോൾ എത്തുക തന്നെ ചെയ്യും, അല്ലാതെ നിങ്ങളുടെ മരുമകനെ പോലെ മകളെ കല്യാണം കഴിച്ചിട്ട് നാട് വിട്ട് പോയതൊന്നും അല്ലല്ലോ എന്നിങ്ങനെ തിരിച്ചു പറയുമ്പോൾ അയാൾക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. തുടർന്ന് പൈസയൊക്കെ കൊടുത്തിട്ട് ബാക്കി എടുക്കാൻ പറയുകയാണ്. ഈ സമയത്ത് ആ കടയിലേക്ക് ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുകയാണ്. അന്നേരം പോലീസുകാരെ കാണുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്നും 2 പോലീസുകാർ ഇറങ്ങിയിട്ട് ഈ കടക്കാരനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഗോവിന്ദകൃഷ്ണൻ്റെ വീട് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഗോവിന്ദകൃഷ്ണനോ അതോ ഗോപാലകൃഷ്ണനോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകയാണ്. ഞാൻ ബാക്കി പൈസ പിന്നീട് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഈ കടക്കാരൻ പറയുന്നുണ്ട്, അല്ല ശാരദാമ്മയുടെ ഭർത്താവിൻ്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നല്ലേ എന്ന്. അന്നേരം അതേന്ന് പറഞ്ഞിട്ട് അന്നേരം പോലീസുകാർ വരെ ശ്രദ്ധിക്കുന്നുണ്ട്. ശാരദാമ്മ ആകെ വെപ്രാളത്തിരിക്കുകയാണ്. അന്നേരം അതേ കടയിൽ ആളില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ പെട്ടെന്ന് കടയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് ഈ കടക്കാരൻ പോലീസുകാരോട് പറയുന്നുണ്ട്, സാറുമാരെ നിങ്ങൾ ആദ്യം ഉറപ്പിക്കുക, ഗോവിന്ദകൃഷ്ണനോ ഗോപാലകൃഷ്ണനോ, അങ്ങോട്ട് പോയാൽ 2-3 ഗോവിന്ദന്മാരുണ്ട് എന്ന് പറയുമ്പോൾ അവരാണെങ്കിൽ ഫോൺ എടുത്ത് ഇങ്ങനെ ഡീറ്റെയിൽസൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം നടന്നു പോകുന്ന ശാരദാമ്മ ഇങ്ങനെ ആകെ ടെൻഷനിൽ പോവുകയാണ്. അവരെ നസീറിൻ്റെ കേസ് അന്വേഷിക്കാനായിട്ട് ഗോപാലേട്ടനെ തിരക്കി വന്നതായിരിക്കുമോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഇങ്ങനെ പേടിച്ച് നടന്നു പോകുമ്പോൾ പിന്നാലെ പോലീസ് ജീപ്പ് വരുന്നുണ്ട്. ശാരദാമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ്. ശാരദാമ്മ ആകെ പരിഭ്രമിച്ച് പോകുന്നുണ്ട്. അന്നേരം അതിൽ നിന്ന് ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, അതെ ഈ വിദ്യാനഗർ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ വെപ്രാളത്തിൽ ആദ്യം കേൾക്കുന്നില്ല. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ വിദ്യാനഗർ നേരെയല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് തന്നെ, സാറുമാർക്ക് അങ്ങോട്ടത്തേക്കാണോ പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞിട്ട് അവർ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അന്നേരമാണ് ശാരദാമ്മയ്ക്ക് ഒരു ശ്വാസം നേരെ വീഴുന്നത്. തൽക്കാലം രക്ഷപ്പെട്ടു, എന്നാലും എത്ര കാലം ഇങ്ങനെയെന്ന് ചിന്തിച്ച് ശാരദാമ്മ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം അവിടെ ഭാമയുടെ വീട്ടിൽ രാഘവൻ നായർക്കാണെങ്കിൽ ചുമയും പനിയും ഒക്കെയാണ്. രാഘവൻ നായർ ഇരുന്ന് മുടി പൊതിച്ചിരുന്ന് ആവി ഇടിക്കുകയാണ്. അന്നേരം ഭാമ മരുന്നൊക്കെ ആയിട്ട് വരുന്നുണ്ട്, ചിക്കോ കാപ്പിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അന്നേരം രാഘവൻ നായർക്ക് നല്ല ചുമയുണ്ട്. അന്നേരം നല്ല ചുമയുണ്ടല്ലോ, അപ്പോൾ മരുന്നിന് പോകാം, ആശുപത്രി പോകാം എന്നൊക്കെ പറയുമ്പോൾ, ഓ ഇതൊന്നും അങ്ങനെയൊക്കെ ഇങ്ങ് പോവും, കുഴപ്പമൊന്നുമില്ല, നിനക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റില്ലല്ലോ, കച്ചവടത്തിന് പോണ്ടേന്നൊക്കെ പറയുകയാണ്. അന്നേരം ആരോടാ എന്തിനോടാ വാശി കാണിക്കുന്നത് എന്നും പറഞ്ഞ് ഭാമ ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം ഞാൻ സർവേശ്വരനോട് തന്നെയാണ് വാശി കാണിക്കുന്നത്, എൻ്റെ ജീവിതം ബാക്കി ജീവൻ ഇങ്ങനെ ഇട്ട് ഇരിക്കുന്നതിനെന്ന് പറഞ്ഞിട്ട് ഭാമയെ തിരിച്ചും വഴക്ക് പറയുകയാണ്. അന്നേരം ആണെങ്കിൽ പൊന്നി വരുന്നുണ്ട്. അന്നേരം പൊന്നിയോടും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു നമുക്ക് പോകാമെന്നിങ്ങനെ ഭാമയോട് പൊന്നി എന്ന് പറയുകയാണ്. എന്നാൽ കൂടുതൽ ഓർഡറുണ്ട്, കുറച്ച് പുതിയ കടകളൊക്കെ ഉണ്ട്, പക്ഷേ രാഘവേട്ടന് സുഖമില്ലാതെ എങ്ങനെയാണ് പോകുക എന്ന് പറയുമ്പോൾ, എൻ്റെ കാര്യം ഓർത്തൊന്നും നിൽക്കേണ്ട, നിങ്ങൾ പൊയ്ക്കോളൂ, ഒന്ന് കച്ചവടമൊക്കെ കൂടുതൽ നടക്കും, പൊയ്ക്കോ, എൻ്റെ അടുത്തൊന്നും ആരും വേണ്ടെന്നും പറഞ്ഞ് പരാതിയും പരിഭവം ഒക്കെയാണ്. അന്നേരം ഭാമ വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട്, പൊന്നി ഇത് പറയുന്ന കേട്ടില്ലേ, രാഘവേട്ടൻ്റെ കാര്യം നോക്കിയിട്ടല്ലേ ഞാൻ പോകാറുള്ളൂ,
കാണിക്കാറുള്ളൂ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് പോണില്ല എന്ന് പറഞ്ഞിട്ട് ഭാമ അവിടെ ഇങ്ങോട്ട് ഇരിക്കുകയാണ്. അന്നേരം എന്നെ ഉദ്ദേശിച്ച് പോകാതിരിക്കേണ്ട, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പൊയ്ക്കോളാം, നടന്നോ മേന്തി വലിഞ്ഞോ ഒക്കെ പൊയ്ക്കോളാം. പിന്നെ സഹായത്തിനുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, അയാളെ ഓടിച്ച് വിട്ടില്ല, അയാളുണ്ടായിരുന്നെങ്കിൽ എന്നെ പൊന്നുപോലെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ആക്കിയേണേ എന്നൊക്കെ പറഞ്ഞിട്ട് രാഘവൻ നായർ ആ പിള്ള ഇല്ലാത്തുള്ള ആ ഒരു ദേഷ്യമൊക്കെയാണ്. തൻ്റെ ആ ഒരു പനിയോ അതൊക്കെ ഭാമയുടെ മുന്നിൽ രാഘവൻ നായർ മനഃപൂർവ്വം മറച്ചു വയ്ക്കുകയാണ്. രാഘവൻ നായർക്ക് തീരെ സുഖമില്ല. എന്നിട്ട് രാഘവൻ നായർ എഴുന്നേറ്റ് പൊന്നി അങ്ങോട്ട് ഊന്നുവടി എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നടന്നങ്ങോട്ട് പോവുകയാണ്. എൻ്റെ കാര്യം നോക്കാൻ വന്നിരിക്കുന്നു, മനസ്സിൻ്റെ വിഷമം എങ്ങനെയാണ് മാറുന്ന ഭാമ ചുക്കാപ്പി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശരീരത്തിനുള്ളത് മാറും, പക്ഷേ മനസ്സിൻ്റെത് മാറില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭാമയെ വഴക്ക് പറഞ്ഞിട്ട് രാഘവൻ നായർ അകത്തേക്ക് പോകുന്നുണ്ട്. ഞാൻ പൊയ്ക്കോളാം, എന്തിയും വലിഞ്ഞൊക്കെ പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ ഓട്ടോ വിളിച്ച് പോയാൽ മതി എന്ന് ഭാമ പറയുന്നുണ്ട്. അന്നേരം പിന്നെ ഓട്ടോ അങ്ങോട്ട് ഇറങ്ങി നടനെ കിട്ടുകയല്ലേ, നീ വിളിച്ച് വെച്ചേക്കല്ലേ എന്നൊക്കെ വഴക്കൊക്കെ പറഞ്ഞിട്ടാണ് രാഘവൻ നായർ അങ്ങ് പോകുന്നത്. അന്നേരം പൊന്നി പറയുന്നുണ്ട് പിള്ളച്ചേട്ട ഇല്ലാത്തതിൻ്റെ വിഷമമാണെന്ന്. അന്നേരം അത് തന്നെയാണ് എന്നോട് കാണിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ രാഘവേട്ടൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് പോകുന്ന, ഒരുങ്ങി വരട്ടെ, നമുക്ക് ഒന്നിച്ചിറങ്ങാമെന്ന് ഭാമ പറയുന്നുണ്ട്. തുടർന്ന് പൊന്നി ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, ശാന്തേച്ചിയെ വഴിക്ക് വെച്ച് കണ്ടിരുന്നു, അപ്പോൾ ശാരിക അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം ഏത് ശാരിക എന്നിങ്ങനെ ഭാമ ചോദിക്കുകയാണ്. എൻ്റെ ശാരദാമ്മയുടെ മൂത്ത മോളിലെ ശാരിക എത്തിയിട്ടുണ്ട്, എന്തൊക്കെയോ കുടുംബ പ്രശ്നങ്ങളുണ്ട് എന്നിങ്ങനെ പൊന്നി പറയുകയാണ്. അപ്പോൾ അതെങ്ങനെ കാണാതിരിക്കും, ശാരദാമ്മയുടെ അല്ലേ മോള് എന്ന് പറഞ്ഞിട്ട് ഭാമ പറയുന്നുണ്ട്. ശാന്ത ഉള്ളത് കൊണ്ട് ന്യൂസൊക്കെ അപ്പോൾ എത്തും അല്ലേ എന്നിങ്ങനെ പൊന്നിയോട് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ എന്നിങ്ങനെ പൊന്നി പറയുകയാണ്. അന്നേരം ഇപ്പോൾ അതൊന്നും അല്ല എൻ്റെ മനസ്സിൽ, രാഘവേട്ടൻ്റെ കാര്യമാണ്, എന്താകുമോ എന്തോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഇതേ സമയം പിള്ളയാണെങ്കിൽ അവിടെ റോഡിലൊക്കെ കൊണ്ടുവന്ന ലോട്ടറി ഇങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ട്. അന്നേരം സത്യഭാമയും പൊന്നിയും കൂടി ഇങ്ങനെ റോഡിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പൊന്നിയാണ് ആദ്യം കാണുന്നത്, പിള്ളയെ കാണുന്നുണ്ട്. അന്നേരം ദേ പിള്ളച്ചേട്ടൻ എന്നിങ്ങനെ പറയുമ്പോൾ ഭാമയും കാണുന്നുണ്ട്. തുടർന്നാണെങ്കിൽ രണ്ടുപേരും കൂടി പിള്ളേരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം പിള്ള എന്ന് തുടങ്ങി ഈ ലോട്ടറി കച്ചവടം ചോദിക്കുമ്പോൾ ആ കാണുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയാണ്, അപ്പോൾ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി ഇങ്ങനെ കച്ചവടം ചെയ്യുന്നതാണ്, ഒരു വരുമാന മാർഗവും ആകും, അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്തെങ്കിലും ഒരു പണി വേണ്ടേന്ന് ഇങ്ങനെ പറയുകയാണ്. അന്നേരം ഭാമയ്ക്ക് ആകെ വിഷമമാവുന്നുണ്ട്. തുടർന്ന് പിള്ള എന്തിനാ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഞാൻ അപ്പം തന്നെ അതൊക്കെ മറന്നു, ഇങ്ങനെ വഴക്കിട്ട് പോകാൻ തുടങ്ങി, അതിനല്ലേ സമയം കാണൂ, ദേ ഈ പൊന്നി ഇവളെ തന്നെ ഞാൻ എന്തോ മാത്രം വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പിള്ള പോകുന്നതിന് ശേഷം രാഘവേട്ടൻ്റെ കാര്യം ആകെ കഷ്ടത്തിലാണ്, നിങ്ങൾ ആത്മസുഹൃത്തിനെ ഉപേക്ഷിച്ചിട്ട് പിള്ള എന്തിനാ പോയത്, പിന്നെ നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം മനസ്സിലാക്കാനായിട്ട് ഞാൻ കുറേയേറെ വൈകി എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ സുഖമില്ലാതെ ഇരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അയ്യോ എന്തു പറ്റിയെന്ന് ഇങ്ങനെ പിള്ള പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല, ചുമയും പനിയും ഒക്കെ ഉണ്ട്, മരുന്നിന് പോകാനാണെങ്കിൽ പറഞ്ഞിട്ട് പോകത്തുമില്ല, ഒരുവിധം ഉന്തിത്തള്ളി വിട്ടിട്ടുണ്ട്, ഇനി പോകുമോ, തിരിച്ച് അതിനേക്കാൾ കഷ്ടമായിട്ട് വരുമോ, ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആകെ ദേഷ്യമൊക്കെയാണെന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. അന്നേരം പൊന്നിയും പറയുന്നുണ്ട് പിള്ളച്ചേട്ട അവിടെ നിന്ന് വന്നതിന് ശേഷം രാഘവ സാറിൻ്റെ ദിനചര്യകളൊക്കെ തെറ്റി, എപ്പോഴും വെറുതെ ഒറ്റയ്ക്കിരിക്കും, ആരോട് സംസാരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എങ്ങോട്ടാണ് പോയത്, നമ്മൾ സ്ഥിരം പോകുന്ന ഡോക്ടറുടെ അടുത്തേക്കല്ലേ എന്നിങ്ങനെ പിള്ള ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറയുമ്പോൾ എങ്കിൽ ഞാനും അങ്ങോട്ടത്തേക്ക് പോകാം, എന്നിട്ട് മരുന്ന് വാങ്ങിച്ച് തിരിച്ച് സാറിനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ചെന്നാക്കാമെന്ന് പറഞ്ഞിട്ട് പിള്ള അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. അന്നേരം അപ്പോൾ ഈ ലോട്ടറി കച്ചവടം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഇതിവിടെ കുത്തിയിരുന്ന് വിറ്റാലും വിൽക്കാത്ത ഏതെങ്കിലും ഒരു ടിക്കറ്റിനായിരിക്കും ഭാഗ്യം അടിക്കുക, പക്ഷേ രാഘവ സാർ എന്നും എൻ്റെ കൂടെയുള്ള ഭാഗ്യമാണ്, രാഘവൻ സാർ കഴിഞ്ഞേ ഉള്ളൂ, എനിക്ക് എന്തോ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതും കൂടി കൊണ്ടുപോകാം, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ലോട്ടറി അടങ്ങുന്ന ആ ബോർഡും ഒക്കെ ആയിട്ട് പിള്ള അങ്ങ് പെട്ടെന്ന് പോവുകയാണ്. അന്നേരം ഭാമ പറയുന്നുണ്ട്, പൊന്നി പറയുകയാണ്, ഇത് പിള്ളച്ചേട്ടന് സുഖമില്ലാന്ന് കണ്ടപ്പോൾ രാഘവൻ സാറിന് സുഖമില്ലാന്ന് കണ്ടപ്പോൾ പിള്ളച്ചേട്ടൻ കച്ചവടം തന്നെ മറന്നേ പോയത് കണ്ടില്ലേ. അന്നേരം അവർ തമ്മിലുള്ള ആത്മബന്ധം അത്രയ്ക്കുണ്ട്, ഇനിയിപ്പോൾ രാഘവേട്ടൻ്റെ കാര്യത്തിന് എനിക്ക് ആശ്വാസം, എല്ലാം പിള്ള നോക്കിക്കോളും, നമുക്ക് കച്ചവടത്തിന് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി സാധനങ്ങൾ കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഇതേസമയം രാഘവൻ നായരാണെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ഇങ്ങനെ റോഡിലൂടെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അന്നേരം റോഡിലൊക്കെ ഭയങ്കര തിരക്ക്, റോഡ് ക്രോസ് ചെയ്യാനായിട്ട് വരുമ്പോൾ ഒരു സ്കൂട്ടർ ഇങ്ങനെ എതിരെ വരുന്നുണ്ട്. അന്നേരം പിന്നെ ചാകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞ് സ്കൂട്ടറുകാരെ വഴക്ക് പറയുന്നുണ്ട്. ഈ സമയത്താണ് പിള്ള ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് ആ സ്ഥലത്തൊക്കെ. അന്നേരം രാഘവ സാറേ എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് പിടിക്കുകയാണ്. എന്നിട്ട് ക്രോസ് ചെയ്ത് റോഡിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. രാഘവൻ നായർ പെട്ടെന്ന് ഇങ്ങനെ പിള്ളയെ നോക്കിയിട്ട് ആ റോഡിൽ തന്നെ ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ തറയിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അന്നേരം എന്താ സാറേ ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇവിടെയൊക്കെ എന്നിങ്ങനെ ചോദിക്കുന്നു. അന്നേരമാണ് ഈ കയ്യിലെ ലോട്ടറി രാഘവൻ നായർ കാണുന്നത്. അന്നേരം ഇതെന്താടോ താൻ മൊത്തത്തിൽ വാങ്ങിച്ചോ എന്ന് ചോദിക്കുക. അന്നേരം അത് ഒരു കച്ചവടത്തിന് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം സാറിന്ന് ഒറ്റയ്ക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ചോദിക്കുകയാണ്. അന്നേരം പോകാതെ പിന്നെ എന്ത് ചെയ്യും, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരുന്ന വഴിയാണ് എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞു ചോദിക്കുക. അന്നേരം മരുന്നൊക്കെ തന്നു, കൃത്യമായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ പറഞ്ഞു അതൊന്നും ശരിയാവില്ല എന്ന്, എൻ്റെ കൂടെ ഉള്ള ഒരാൾ എൻ്റെ കുടുംബത്തോട് എന്നോട് മഴക്കിട്ട് എങ്ങോട്ടോ പോയി, അയാൾ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞു എന്നും പറഞ്ഞു രാഘവൻ നായർ
അങ്ങ് കരയുകയൊക്കെ ചെയ്യുകയാണ്. അന്നേരം താനല്ലേടെ എൻ്റെ സാരഥി, താനില്ലാതെ എങ്ങനെയാ, താനല്ലേ എൻ്റെ സ്വരവും പിന്നെ ശബ്ദവും എല്ലാം ഒക്കെ എന്നിങ്ങനെ അങ്ങ് പറയുന്നുണ്ട്. അന്നേരം പിള്ളയ്ക്ക് സങ്കടം വരികയാണ്. താൻ ഉണ്ടാവുമോ എൻ്റെ കൂടെയും ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ഉണ്ടാവും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം തനിക്ക് പിണക്കമല്ലേ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് പിണക്കമൊന്നുമില്ല, ഇനിയിപ്പോൾ അതുണ്ടെങ്കിലും അന്ന് സത്യാമ്മ പറഞ്ഞപ്പോൾ ചെറിയ പിണക്കം ഉണ്ടായി, പക്ഷേ ഇതിപ്പോൾ ഉണ്ടെങ്കിലും സത്യാമ്മ വന്ന് പറഞ്ഞപ്പോൾ എല്ലാം അങ്ങ് മാറിയെന്ന് പറയുക. അന്നേരം ഭാമ തന്നെ കാണാൻ വന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്നോട് വന്ന് സങ്കടം പറയുകയായിരുന്നു സാർ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയ കാര്യം, അതുകൊണ്ട് ഞാൻ കൂട്ടിക്കൊണ്ട് ചെല്ലാമെന്ന് പറഞ്ഞ് വന്നതാണ്, ഇനി ഞാൻ എന്നുണ്ടാവും എന്നിങ്ങനെ പറയുന്നുണ്ട് പിള്ളയും. അന്നേരം രാഘവൻ നായർക്ക് ആ ഒരു സന്തോഷമാവുന്നു. എന്തോ നഷ്ടപ്പെട്ട ഒരു ഇത് തിരിച്ചു കിട്ടിയ ഒരു കുഞ്ഞിനെ പോലെ രാഘവൻ നായർ ഇങ്ങനെ പിള്ളയെ നോക്കി സന്തോഷത്തോടെ തലകുലുക്കിയിരിക്കുകയാണ്. ഇതേ സമയം അവിടെ കളക്ടറേറ്റിലെ വിഷ്ണു ആണെങ്കിൽ വണ്ടി ഒതുക്കിയിട്ട് അതിൻ്റെ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ജോൺ അബ്രഹാം ആണെങ്കിൽ അവിടെ ആ വരാന്തയിൽ തന്നെ നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ഒരു അമ്മയും മകനും കൂടി വരുന്നുണ്ട്. ഒരു സുഖമില്ലാത്തൊരമ്മയാണ്. അമ്മയെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ മകൻ വരികയാണ്. മകൻ്റെ കയ്യിലൊരു പേപ്പറിലൊരു പൊതി ഇരിപ്പുണ്ട്. എന്നിട്ട് വിഷ്ണുവിനോട് തന്നെ ഒന്ന് ചോദിക്കുന്നുണ്ട്, ഈ പെൻഷൻ്റെ പേപ്പറൊക്കെ കൊടുക്കുന്ന സ്ഥലം സെക്ഷൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇതാ ഇവിടെ നിന്ന് റൈറ്റിലോട്ടെന്ന് ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം വയ്യാത്ത അമ്മയെ കാണണമെന്നൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുക എന്നിങ്ങനെ പറഞ്ഞിട്ട് അമ്മയും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം ഈ അമ്മയ്ക്കൊരു ബോധക്കേടുന്ന പോലെ വരുമ്പോൾ ഇയാളാണെങ്കിൽ പെട്ടെന്ന് ഈ അമ്മയെ അങ്ങ് പിടിക്കുന്നുണ്ട്. അന്നേരം ചേട്ടാ ഇതൊന്ന് പിടിച്ചതെന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് ആ കയ്യിലിരുന്ന പൊതി അങ്ങോട്ട് കൊടുക്കുകയാണ്. അന്നേരം ജോൺ ഇതെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഇയാളാണെങ്കിൽ ഞാൻ അമ്മയെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്മയും പിടിച്ചുകൊണ്ട് അങ്ങ് അകത്തേക്കും പോകുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ ഈ പൊതിയും നോക്കി നിൽക്കുകയാണ്. ഇത്രയും എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ, പക്ഷെ അത് ജോൺ ആണെങ്കിൽ വിഷ്ണുവിന് വേണ്ടി ഒരുക്കുന്ന ഒരു ട്രാപ്പ് തന്നെയാണ്. അതിൽ പൈസ ആയിരിക്കണം, ഇനി കള്ളപ്പണമോ എന്താണോ എന്നറിയില്ല. അത് വിഷ്ണു ആണെങ്കിൽ വണ്ടിക്കകത്തേക്ക് വെക്കും, തിരിച്ചു വരുമ്പോൾ കൊടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ. ഈ സമയത്താണ് വിജിലൻസിൽ നിന്നുള്ള ആളുകൾ വന്ന് ഇങ്ങനെ വണ്ടി പരിശോധിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു ഇത് വിഷ്ണുവിൻ്റെ വണ്ടിയിൽ നിന്നും പിടിക്കുന്നതും അന്നേരം ശാലിനി ഇറങ്ങി വരുന്ന ആ ഒരു സീനൊക്കെ ജോൺ ഒരുക്കുന്ന ഒരു കെണിയാണ്. പക്ഷെ അത് ഫലവത്താവുമോ ഇല്ലേ എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ CCTV ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നോക്കിയാൽ കാണാവുന്നതല്ലേ ഉള്ളൂ എന്താണെന്ന്. പക്ഷെ അത് ശാലിനി അത് പരിഹരിക്കും. അത് എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക്